നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നഗരങ്ങളിലെ ഭൂമിയുടെ വിവരങ്ങൾ നക്ഷ സർവേയിലൂടെ ശേഖരിക്കുന്നു. പദ്ധതിയുടെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം നെല്ലിക്കുന്ന് MLA നിർവഹിച്ചു. പ്രഖ്യാപിച്ച സഹായം നൽകിയില്ല. എൻഡോസൾഫാൻ 1031 സമരസമിതിയുടെ നേതൃത്വത്തിൽ 27-ന് കളക്ട്രേറ്റ് മാർച്ച് നടത്തും. 2 വാഹനങ്ങളിലായി 119 കിലോ കഞ്ചാവ് കടത്തുവാൻ ശ്രമം. കാസർഗോഡ് സ്വദേശിയുൾപ്പെടെ 4 പേർ മംഗളൂരുവിൽ പിടിയിൽ. തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവം. അന്നദാനത്തിനായി ഉപയോഗിക്കുക വിഷരഹിതമായ വാഴയില. ഇതിനായി കൃഷി ചെയ്യുന്നത് 1000-ൽ പരം വാഴകൾ. ക്രിക്കറ്റ് ഇതിഹാസം സുനിൽ മനോഹർ ഗവാസ്കറിനുള്ള കാസർഗോഡ് നഗരസഭയുടെ വരവേൽപ്പ് ചരിത്ര സംഭവമാക്കുവാനൊരുങ്ങി സംഘാടക സമിതി. ഒരുക്കങ്ങൾ വിലയിരുത്തുവാൻ യോഗം ചേർന്നു. ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഷുഗർ ബോർഡ് സ്ഥാപിക്കുന്ന പദ്ധതി. ജില്ലാതല ഉദ്ഘാടനം ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ചിറയയിൽ റെയിൽപാളത്തിന് സമീപം കണ്ടെത്തിയ തലയോട്ടിയും അസ്ഥികൂടവും കാണാതായ മഞ്ചേശ്വരം സ്വദേശിയുടേതാണെന്ന് സൂചന. ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചത് വസ്ത്രങ്ങൾ തിരിച്ചറിഞ്ഞതോടെ. വാർത്തകൾ വിശദമായി. നഗരങ്ങളിലെ ഭൂമിയുടെ വിവരങ്ങൾ നക്ഷ സർവേയിലൂടെ ശേഖരിക്കുന്നു. ജില്ലയിൽ കാസർഗോഡ് നഗരസഭയിലാണ് സർവേ തുടങ്ങിയത്. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഹാളിൽ നെല്ലിക്കുന്ന് MLA നിർവഹിച്ചു. ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാമിന്റെ കീഴിൽ നഗരപ്രദേശങ്ങളിലെ എല്ലാ ഭൂമികളും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നക്ഷ പദ്ധതിയിലൂടെയാണ് തിട്ടപ്പെടുത്തുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച വ്യക്തിഗത തർക്കങ്ങൾ നിയമപരമായി പരിഹരിക്കുന്നതിനും കയ്യേറ്റങ്ങൾ തടയുന്നതിനും സർവേ സഹായിക്കും. കൃത്യമായ ഭൂരേഖകൾ ഫലപ്രദമായ നഗരാസൂത്രണം സുഗമമാക്കും. വിഭവങ്ങൾ കാര്യക്ഷമമായി വിനിയോഗിക്കുവാനും അടിസ്ഥാന സൗകര്യങ്ങൾ ആസൂത്രണം ചെയ്യുവാനും നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുവാനും പ്രാദേശിക സർക്കാരുകളെ പ്രാപ്തമാക്കുന്നതാണ് സർവേ. ഇത് ഭൂവിനിയോഗ രീതികൾ വിലയിരുത്തുകയും ഭവനം, ഗതാഗതം തുടങ്ങിയ സേവനങ്ങളുടെ ലഭ്യത നിർണ്ണയിക്കുകയും ചെയ്യും. വസ്തുവകകളുടെ മൂല്യങ്ങൾ വിലയിരുത്തുകയും നികുതികൾ ന്യായമായി ഈടാക്കുന്നതിനും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനും സഹായിക്കും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അപകട സാധ്യത വിലയിരുത്തുന്നതിനും അടിയന്തര ആസൂത്രണത്തിനും വിഭവ വിനിയോഗത്തിനും അപ്ഡേറ്റ് ചെയ്ത ജിയോ നാഷണൽ ലാൻഡ് രേഖകൾ സഹായിക്കും. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഹാളിൽ നെല്ലിക്കുന്ന് MLA നിർവഹിച്ചു. കേരളത്തിലെ 10 മുനിസിപ്പാലിറ്റികളിലാണ് ഈ നക്ഷ ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ആ ഒരു 10 മുനിസിപ്പാലിറ്റികളിൽ ഒരു മുനിസിപ്പാലിറ്റി നമ്മുടെ കാസർഗോഡാണ്. ആ ഒരു ഭാഗ്യം നമുക്ക് കൈവന്നിരിക്കുന്നു. ആ ഭാഗ്യം ആരാണോ നമുക്ക് നൽകിയത് അവരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഭൂമിക്ക് വേണ്ടിയുള്ള കടം ഇനി ഉണ്ടാവുകയില്ല എന്ന് വിചാരിക്കുന്നു. വെള്ളത്തിന് വേണ്ടിയുള്ള കടം, കെട്ടിടങ്ങൾക്ക് വേണ്ടിയുള്ള കടം ഒക്കെ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും. നക്ഷ കേന്ദ്രാധിഷ്ഠിത പദ്ധതിയാണ്. ഇത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ജനങ്ങളുടെ ജീവിതത്തിലും നമ്മുടെ നാടിന്റെ പ്രവർത്തന രംഗത്തുമൊക്കെ കാര്യമായ മാറ്റമുണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ മുഖ്യപ്രഭാഷണം നടത്തി. റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ ആസിഫ് അലിയാർ, ഷംസീദ ഫിറോസ്, P. രമേശ്, M. ലളിത, KP. ഗംഗാധരൻ, സർവേ സൂപ്രണ്ട് KV. പ്രസാദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. എൻഡോസൾഫാൻ 1031 സമരസമിതിയുടെ നേതൃത്വത്തിൽ 27-ന് കളക്ട്രേറ്റ് മാർച്ച് നടത്തും. എൻഡോസൾഫാൻ ദുരിതബാധിത പട്ടികയിൽ നിന്നും കാരണമൊന്നുമില്ലാതെ ഒഴിവാക്കിയ 1031 എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രഖ്യാപിച്ച സഹായം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് കളക്ട്രേറ്റ് മാർച്ച് നടത്തുന്നത്.
2017 പ്രത്യേക മെഡിക്കൽ ക്യാമ്പിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 1905 ദുരിതബാധിതരിൽ നിന്നും കാരണമൊന്നുമില്ലാതെ ഒഴിവാക്കിയ 1031 എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തി സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നതായും നിയമസഭാ രേഖകളിൽ ഇക്കാര്യം വന്നതായും എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ വിഷയത്തിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിരവധിയായ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം 4 മാസത്തിലധികം കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തുന്ന ഘട്ടത്തിലാണ് കാസർഗോട്ടെ 5 MLA-മാരുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയത്. ഇതേ തുടർന്നാണ് അന്ന് അനിശ്ചിതകാല സമരം പിൻവലിച്ചത്. ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചുവെങ്കിലും പിന്നീട് ഇക്കാര്യത്തിൽ മറ്റ് നടപടികളൊന്നും ഉണ്ടായില്ല. ഈ സാഹചര്യത്തിൽ തുടർ സമരമല്ലാതെ മറ്റ് മാർഗങ്ങളില്ലെന്നും സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. 27-ന് രാവിലെ 10 മണിക്കാണ് കളക്ട്രേറ്റ് മാർച്ച്. സമരം വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ നേതാക്കൾ സമരത്തിൽ പങ്കെടുക്കുമെന്നും സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. ജൂലൈ 10-ന് നിയമസഭയിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരായ 1031 പേരെ കാസർഗോഡ് പാക്കേജിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് സഹായങ്ങൾ അനുവദിക്കാൻ നടപടി എടുത്തിട്ടുണ്ട് എന്ന് ആൾ പറഞ്ഞു. പക്ഷേ പിന്നീട് 6 മാസം കഴിഞ്ഞിട്ടും ഇതുവരെ 6-7 മാസമായി ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ പറഞ്ഞാൽ ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന മക്കളും ആണ് ഇതിലുള്ളത്. വീട്ടിലാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പത്രസമ്മേളനത്തിൽ തന്നെ വന്നത്. ഒരുപാട് കഷ്ടം അനുഭവിക്കുന്ന നമ്മൾ അർഹരാണ്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ്, നമ്മൾ ലിസ്റ്റിൽ എടുത്തതാണ്. അപ്പോൾ അതിനെതിരെ ഞങ്ങൾ 1031 വരെ നിർബന്ധമായി എടുക്കുക. മുഖ്യമന്ത്രി നമുക്ക് വാക്ക് തന്നതാണ്. നിയമസഭയിലെ രേഖ ഇപ്പം നിങ്ങൾ കേട്ടല്ലോ ആൾ പറഞ്ഞത്. രേഖ ഞങ്ങളെ കയ്യിലുണ്ട്, ഞങ്ങൾക്ക് തന്നു, അത് കിട്ടി. അപ്പോൾ കളക്ട്രേറ്റിലേക്ക് നമ്മൾ ഫെബ്രുവരി 27-ാം തീയതി മാർച്ച് വെച്ചിട്ടുണ്ട്. പ്രമീള ചന്ദ്രൻ, ബിന്ദു മടിക്കൈ, പി ഷൈനി, പ്രസന്ന കാഞ്ഞങ്ങാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 2 വാഹനങ്ങളിലായി കടത്തിയ 119 കിലോ കഞ്ചാവുമായി കാസർഗോഡ് സ്വദേശിയുൾപ്പെടെ 4 പേർ മംഗളൂരുവിൽ പിടിയിൽ. ആന്ധ്രാപ്രദേശിൽ നിന്നും കേരളത്തിലേക്ക് വൻതോതിൽ കഞ്ചാവ് കടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് കൊണാജെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് സംഘം പിടിയിലായത്. കാസർഗോഡ് ഉപ്പള കുക്കാർ സ്വദേശി മൊയ്തീൻ ഷബീർ, ആലപ്പുഴ ചാരമംഗലം സ്വദേശി യു അജയ് കൃഷ്ണൻ, ഹരിയാന സ്വദേശി ജീവൻ സിംഗ്, മഹാരാഷ്ട്ര താനെ സ്വദേശി മഹേഷ് ദ്വാരകാനാഥ് പാണ്ഡെ എന്നിവരെയാണ് 2 വാഹനങ്ങളിലായി കടത്തിയ 119 കിലോ കഞ്ചാവുമായി മംഗളൂരു സിറ്റി ക്രൈം ബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ആന്ധ്രാപ്രദേശിൽ നിന്നും കേരളത്തിലേക്ക് വൻതോതിൽ കഞ്ചാവ് കടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് കൊണാജെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഇവർ സഞ്ചരിച്ച കാറും കേരള രജിസ്ട്രേഷനുള്ള ടെമ്പോയും പോലീസ് പിടിച്ചെടുത്തു. ടെമ്പോയിൽ നിന്നും 85 കിലോയും കാറിൽ നിന്ന് 34 കിലോയും കഞ്ചാവാണ് പിടിച്ചെടുത്തത്. മീൻ കൊണ്ടുപോകുന്ന ട്രേയിൽ 40 പൊതികളിലായി ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് ഉണ്ടായിരുന്നത്. പിടിയിലായിരിക്കുന്ന കാസർഗോഡ് സ്വദേശി മൊയ്തീൻ ഷബീർ മോഷണം, ലഹരി വിൽപ്പന, ആയുധം കൈവശം വയ്ക്കൽ തുടങ്ങി 12 കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. മറ്റു പ്രതികൾക്കെതിരെയും വിവിധ ലഹരി കേസുകൾ നിലവിലുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ക്രിക്കറ്റ് ഇതിഹാസം സുനിൽ മനോഹർ ഗവാസ്കറിനുള്ള കാസർഗോഡ് നഗരസഭയുടെ വരവേൽപ്പ് ചരിത്ര സംഭവമാക്കുവാനൊരുങ്ങി സംഘാടക സമിതി. വരവേൽപ്പിൻ്റെ ഒരുക്കങ്ങൾ സ്വാഗത സംഘം ചെയർമാൻ എൻ എ നെല്ലിക്കുന്നിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സംഘാടക സമിതി യോഗം വിലയിരുത്തി. ക്രിക്കറ്റ് ഇതിഹാസം സുനിൽ മനോഹർ ഗവാസ്കർ 21-ന് വെള്ളിയാഴ്ച ഉച്ചയോടെയായിരിക്കും കാസർഗോട്ട് എത്തുക. 3:30-ന് വിദ്യാനഗറിൽ നഗരസഭാ സ്റ്റേഡിയം റോഡിന് ഗവാസ്കർ തൻ്റെ പേര് നാമകരണം ചെയ്യും. തുടർന്ന് ഇദ്ദേഹത്തെ റോയൽ കൺവെൻഷൻ സെൻറ്ററിലേക്ക് സ്വീകരിച്ച് ആനയിക്കും. വരവേൽപ്പിൻ്റെ ഒരുക്കങ്ങൾ സ്വാഗത സംഘം ചെയർമാൻ എൻ എ നെല്ലിക്കുന്നിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സംഘാടക സമിതി യോഗം വിലയിരുത്തി. നമ്മുടെ ജനങ്ങളുടെ ഇടയിലുള്ള ബന്ധം, എല്ലാവരുടെ ഇടയിൽ ഉള്ള ബന്ധം വളരെ ശക്തമാക്കണം, വളരെ ദൃഢമാക്കണം എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. അപ്പോൾ ഗവാസ്കറെ പോലെയുള്ള ഒരാളുടെ വരവ് തീർച്ചയായും ആ ഒരു കാര്യത്തിൽ കൂടി വലിയൊരു സംഭാവന നമുക്ക് നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ്, കാസർഗോഡ് ഡിവൈഎസ്പി CK സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
വർക്കിംഗ് കൺവീനർ ടി.എ. ഷാഫി സ്വാഗതവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹീർ ആസിഫ് നന്ദിയും പറഞ്ഞു. നഗരസഭാ കൗൺസിലർമാർ, സംഘാടക സമിതി ഭാരവാഹികൾ, ക്രിക്കറ്റ് പ്രേമികൾ അടക്കമുള്ളവർ യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരുങ്കളിയാട്ട മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന അന്നദാനത്തിന് ഉപയോഗിക്കുന്നത് വിഷരഹിതമായ വാഴയില. പെരുങ്കളിയാട്ട സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ MV കുഞ്ഞിക്കോരനും കുടുംബവുമാണ് ഒരേക്കർ വരുന്ന സ്വന്തം ഭൂമിയിൽ ഇലകളുടെ ആവശ്യത്തിനായി 1000-ൽ പരം വാഴ കൃഷി ചെയ്യുന്നത്. കുലകുത്തി വിളവെടുക്കുന്നതിന് പകരം ഇലയ്ക്ക് വേണ്ടി വാഴകൃഷി ചെയ്യുക, അതും സോദരി വാഴകൃഷി പ്രമുഖ പൊതുമരാമത്ത് കരാറുകാരനും തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ട സംഘാടക സമിതി വർക്കിംഗ് ചെയർമാനുമായ MV കുഞ്ഞിക്കോരന്റെ നേതൃത്വത്തിലാണ് വേറിട്ട കൃഷി. ഒരേക്കർ സ്ഥലത്ത് നിലമൊരുക്കി ഒരേ കുഴിയിൽ കുറഞ്ഞത് 3 സോദരി കന്നുകളാണ് നട്ടത്. 7ഉം 8ഉം വരെ കന്നുകൾ ചില കുഴിയിൽ നട്ടിരുന്നു. 1000-ൽ പരം വാഴകൾ നട്ട് വളർത്തിയ സ്ഥലത്ത് 4 മാസം കഴിഞ്ഞ് ഇപ്പോൾ ഇല മുറിക്കാൻ പ്രായമായപ്പോൾ ഏതാണ്ട് 20,000-ൽ പരം വാഴയിലകൾ തയ്യാറായി കഴിഞ്ഞു. അന്യസംസ്ഥാനത്ത് നിന്നുൾപ്പെടെ വിഷമയമായ വാഴയിലകൾ നമ്മുടെ നാട്ടിലെത്തിക്കുമ്പോൾ ഒരിലയ്ക്ക് 9 രൂപ വരെ ഈടാക്കുമ്പോഴാണ് നാട്ടിൽ വിഷരഹിത വാഴയില കൃഷി ചെയ്തത്. കാർഷിക മേഖലയിലെ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം 3 തവണയെങ്കിലും വളം ചെയ്താണ് ഇലകൾക്ക് വേണ്ടി വാഴകൃഷി ചെയ്തത്. രാവിലെയും വൈകുന്നേരവും കൃത്യമായി നനയ്ക്കുന്നതിനും മറ്റുമായി MV കുഞ്ഞിക്കോരനും ഭാര്യ സുശീലയും കുടുംബാംഗങ്ങളും മാറി മാറി കൃഷിയിടത്തിലെത്തുകയും ചെയ്തു വരുന്നുണ്ട്. തീരപ്രദേശമായതിനാൽ ഇത്തരത്തിൽ കൂടുതൽ പേർ കൃഷി ചെയ്യാൻ മുന്നോട്ട് വന്നാൽ നമ്മുടെ നാട്ടിൽ തന്നെ വിഷരഹിത ഇലകളിൽ ഭക്ഷണം കഴിക്കാൻ കഴിയുമെന്നാണ് കുഞ്ഞിക്കോരന്റെ അഭിപ്രായം. നമ്മളിത് പ്രത്യേകം വാഴക്കുന്നുണ്ടാക്കി ഇവിടെ 1000-ൽ ചില്ലറ വാഴ പൈസ കൊടുത്ത് വാങ്ങി ഞാനിവിടെ വെച്ചു. അത് വിഷരഹിത ഇലയാണ് ഇപ്പോൾ നമ്മൾ ഈ പെരുങ്കളിയാട്ടം വരച്ചുവെക്കൽ കർമ്മത്തിന് ഉപയോഗിക്കുന്നത്. അത് ഇതിൽ നിന്ന് ഇലയെടുത്ത് ഉപയോഗിക്കാനാണ് ഇപ്പം ഉദ്ദേശിക്കുന്നത്. ബാക്കി ഇലകൾ കളിയാട്ട കാലത്ത് എടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 24-ന് പെരുങ്കളിയാട്ടത്തിന്റെ പ്രധാന ചടങ്ങായ വരച്ചുവെക്കലിന്റെ ഭാഗമായി നടത്തുന്ന അന്നദാനത്തിന് ഏതാണ്ട് 15,000-ൽ പരം ഇലകൾ വേണമെന്നാണ് കണക്കാക്കുന്നത്. ഇതിനായി MV കുഞ്ഞിക്കോരൻ കൃഷി ചെയ്ത വാഴത്തോട്ടത്തിൽ നിന്ന് ഇലകൾ മുറിച്ചെടുക്കും. ഉറുമീസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം ഗവൺമെൻറ് വെൽഫെയർ LP സ്കൂൾ ഹാളിൽ സ്നേഹസംഗമം നടത്തി. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് ശുശ്രൂഷ പദ്ധതിയുടെ ഭാഗമായി മഞ്ചേശ്വരം ബ്ലോക്ക് ഫാമിലി ഹെൽത്ത് സെൻ്ററിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മഞ്ചേശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീനോ മൊന്തേരോ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് ശുശ്രൂഷ പദ്ധതിയുടെ ഭാഗമായി മഞ്ചേശ്വരം ബ്ലോക്ക് ഫാമിലി ഹെൽത്ത് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ വേദന അനുഭവിക്കുന്നവർക്കും ഒറ്റപ്പെടുന്നവർക്കും കൈകോർക്കുന്ന നാട്ടിലൊരു കൂട്ടായ്മ, വീട്ടിലൊരു പരിചാരകൻ, സംതൃപ്ത പരിചരണം, എല്ലാവരുടെയും അവകാശമെന്ന പ്രമേയവുമായി മഞ്ചേശ്വരം ഗവൺമെൻറ് വെൽഫെയർ LP സ്കൂൾ ഹാളിൽ സ്നേഹസംഗമം നടത്തി. ಮಂಜೇಶ್ವರಂ ಗ್ರಾಮ ಪಂಚಾಯತ್ ಪ್ರೆಸಿಡೆಂಟ್ ಜೀನ್ ಲವೀನೋ ಮೊಂದೇರೋ ಉದ್ಘಾಟನೆ ചെയ്തു. ಸ್ನೇಹದಿಂದ ಇದ್ದಾಗ ಮಾತ್ರ ಏನಾಗುತ್ತೆ ಅಂತ ಹೇಳಿದ್ರೆ ಅರ್ಧದಷ್ಟು ಕಾಯಿಲೆ ನಮಗೆ ಬರದಾಗಿ ಕಾಯಿಲೆ ಬಂದ ಸಮಯದ ಗುಣ ಆಗುವ ಹಂತಕ್ಕೆ ಬರುತ್ತೆ. ಕಾಯಿಲೆ ಬರದೇ ಇರುವಾಗೆ ಮಾಡಲಿಕ್ಕೆ ಖಂಡಿತವಾಗಿಯೂ ಸಾಧ್ಯ ಇಲ್ಲ. ನಮ್ಮ ಜೀವನದುದ್ದಕ್ಕೂ ಒಂದಲ್ಲ ಒಂದು ಕಾಯಿಲೆಗಳು ಬರ್ತಾ ಇರ್ತದೆ. ಆದರೆ ಯಾವಾಗ ಒಂದು ದೊಡ್ಡ ಕಾಯಿಲೆ ನಮಗೆ ಮಾರಕವಾಗಿ ಪರಿಣಮಿಸ್ತದೋ ಅದು ತುಂಬಾ ವರ್ಷಗಳ ಕಾಲ ಅದರಿಂದ ನಾವು ನೋವು ಪಡಬೇಕಾಗುತ್ತೋ ಅಂತ ಸಂದರ್ಭದಲ್ಲಿ ಏನಂತ ಹೇಳಿದ್ರೆ ಈ ಒಂದು ಪಂಚಾಯತ್ನಲ್ಲಿ 400ರಷ್ಟು ರೋಗಿಗಳು ಇದರಲ್ಲಿ ಹೆಸರು ಕೊಟ್ಟಿದ್ದಾರೆ. ಅದರಲ್ಲಿ 250 ಜನರು ಇದರ ಟ್ರೀಟ್ಮೆಂಟ್ ಅನ್ನು ಪಡ್ಕೊಳ್ತಾ ಇದ್ದಾರೆ. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹനീഫ്, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷംസീന, പഞ്ചായത്ത് വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യാദവ ബഡാജെ, പഞ്ചായത്ത് മെമ്പർമാരായ വിനയ ഭാസ്കർ, രാജേഷ് മജൽ, രേഖ, മുംതാസ് മീറ, ലക്ഷ്മണ, ആദർശ്, ഡോക്ടർ ഷിംന, ഡോക്ടർ ദീപ്തി, കുടുംബശ്രീ ചെയർപേഴ്സൺ ജയശ്രീ എന്നിവർ സംബന്ധിച്ചു. മെഡിക്കൽ ഓഫീസർ പ്രഭാകർ റൈ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ ദിലീപ് TS നന്ദിയും പറഞ്ഞു. 100 കണക്കിന് പാലിയേറ്റീവ് അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. ആടിയും പാടിയും ഉല്ലസിച്ചും ആഘോഷപൂർവ്വം ഇവർ സ്നേഹസംഗമത്തിൻ്റെ ഭാഗമായി. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.
ലയൺ ഡിസ്ട്രിക്ട് 318-യും ഭക്ഷ്യസുരക്ഷാ വകുപ്പും സംയുക്തമായി കാസർഗോഡ് ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കുട്ടികളിലെ പ്രമേഹ രോഗ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഷുഗർ ബോർഡ് മൂവ്മെന്റ് നടപ്പിലാക്കുന്നു. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പദ്ധതിയുടെ ഉദ്ഘാടനവും ഷുഗർ ബോർഡിന്റെ പ്രകാശനവും ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ നിർവഹിച്ചു. കുട്ടികൾക്കിടയിലെ പഞ്ചസാരയുടെ അമിത ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഷുഗർ ബോർഡുകൾ സ്ഥാപിക്കുന്നു. ആദ്യഘട്ടത്തിൽ 40ഓളം സ്കൂളുകളിൽ സ്ഥാപിക്കുവാനുള്ള ബോർഡ് ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 ആണ് നൽകുന്നത്. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പദ്ധതിയുടെ ഉദ്ഘാടനവും ഷുഗർ ബോർഡിന്റെ പ്രകാശനവും ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ നിർവഹിച്ചു. ഈ ഇൻസുലിൻ എന്ന് പറയപ്പെടുന്ന ഒരു ഹോർമോണാണ് ഇത് ബോഡിയിലെ ഷുഗർ കൺട്രോൾ ചെയ്യുന്നത്. ആക്ച്വലി ഷുഗർ എന്ന് പറയുന്നത് ഒരു ഡിസീസ് അല്ല, ഇറ്റ് ഇസ് നോട്ട് എ ഡിസീസ്. അത് ഒരു എന്താ പറയാ, ഒരു ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയാം. മെറ്റബോളിക് ഒരു ഡിസോർഡർ ആണ്. ഈ മെറ്റബോളിക് ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഷുഗർ കഴിക്കുമ്പോൾ എന്താവും, ഈ ഇൻസുലിൻ ഉണ്ടെങ്കിൽ ഇൻസുലിൻ അതിൽ ആക്ട് ചെയ്ത് അതെല്ലാം ഗ്ലൈക്കോജനായിട്ട് മാറ്റി നമ്മുടെ ലിവറിലാണ് ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. സപ്പോസ് നമ്മൾ കൂടുതൽ ഷുഗർ കഴിക്കുമ്പോൾ നമ്മൾ കൂടുതൽ എന്തെങ്കിലും ഒരു നല്ല സദ്യ കഴിച്ചാൽ എന്താവും, എല്ലാവർക്കും ഉറങ്ങുന്നുണ്ടാവും. അതിന് കാരണം എന്താണ്? കാരണം ഈ ഇൻസുലിനിന്റെ അളവ് കൂടുതലാണ്. ചടങ്ങിൽ അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി ലയൺ കെ ശെൽവരാജ് അധ്യക്ഷത വഹിച്ചു. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൽ MJ ടോമി സ്വാഗതം പറഞ്ഞു. ലയൺസ് ഡിസ്ട്രിക്ട് മുൻ ഗവർണർ PMJF CA TK രജീഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഭക്ഷ്യസുരക്ഷാ ഓഫീസർ നിമിഷ ഷുഗർ ബോധവൽക്കരണത്തെപ്പറ്റിയും ഷുഗർ ബോർഡിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും ക്ലാസ് എടുത്തു. ലയൺ നേതാക്കളായ P ഗംഗാധരൻ MJF, ലയൺ ഷാജി ജോസഫ് MJF, ലയൺ K പ്രേംകുമാർ MJF, ലയൺ അഡ്വക്കേറ്റ് K വിനോദ് കുമാർ MJF, ലയൺ V വേണുഗോപാൽ MJF, ലയൺ K സുകുമാരൻ MJF, ലയൺ ഫാറൂഖ് കാസ്മി, ലയൺ ഡോക്ടർ ആബിദ് നാലപ്പാട്ട് PMJF എന്നിവർ സംസാരിച്ചു. ചെർക്കള ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി നാസർ ചെർക്കള നന്ദി പറഞ്ഞു. ചടങ്ങിൽ വെച്ച് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ സ്ഥാപിക്കുവാനുള്ള മറ്റ് ഷുഗർ ബോർഡുകളുടെ വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സമൂഹ മാധ്യമങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ബാലികാബാലന്മാരുടെ ഇടപെടലുകൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ അവർ സൈബർ കുറ്റകൃത്യങ്ങളിൽ പെടുവാനുള്ള സാധ്യത രക്ഷിതാക്കൾ തിരിച്ചറിയേണ്ടതുണ്ടെന്ന് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി D ശിൽപ അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂൾ 84ാം വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂൾ 84ാം വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് ചടങ്ങും ജില്ലാ പോലീസ് മേധാവി D ശിൽപ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ബാലികാബാലന്മാരുടെ ഇടപെടലുകൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ അവർ സൈബർ കുറ്റകൃത്യങ്ങളിൽ പെടുവാനുള്ള സാധ്യത രക്ഷിതാക്കൾ തിരിച്ചറിയേണ്ടതുണ്ടെന്ന് D ശിൽപ പറഞ്ഞു. ഓരോ കുട്ടിയും ഓരോ പ്രത്യേകതയുള്ളവരാണ്. അത് തിരിച്ചറിയുവാൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമാണ് വേഗത്തിൽ കഴിയുക. അത് കണ്ടെത്തി പ്രോത്സാഹനം നൽകിയാൽ അവരുടെ ഭാവി സുരക്ഷിതമായിരിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ടീനേജേഴ്സ്, പിന്നെ കോളേജ് പോകുന്ന കുട്ടികൾ, പിന്നെ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെ പല ഏജിന് ആൾക്കാർ ഇപ്പോൾ ലഹരി വസ്തുക്കൾ അഡിക്ഷൻ നമ്മൾ കൂടുന്നത് കാണുന്നുണ്ട്. എല്ലാവരും നിങ്ങൾ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, അവർ എന്താണോ ബിഹേവിയറിൽ അവർക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ടോ, സഡനായി അവർ അഗ്രസീവ് ബിഹേവിയറോ ഇല്ല സഡനായി സൈലൻ്റ് ആയിട്ടുള്ളൂ, അത് ശ്രദ്ധിക്കുക. അങ്ങനെ എന്താണോ കുട്ടികൾ അഡിക്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ട്. യു ക്യാൻ അപ്രോച്ച്, പോലീസിനെ അപ്രോച്ച് ചെയ്യുക, ഇല്ല എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ വിമുക്തി ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, അവിടെ പോവുക. കുട്ടികളെ ഇങ്ങനെ അഡിക്ഷനിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ പറ്റും. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് MV ഫൈസൽ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ രൂപത കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ ക്ലാരൻസ് പാലിയത്ത് അനുഗ്രഹ ഭാഷണം നടത്തി. ഉപഹാര സമർപ്പണവും എൻഡോമെന്റ് വിതരണവും ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം E ശശിധരൻ, ഫാദർ സന്തോഷ് തലച്ചിറയിൽ, സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഷീന ജോർജ്, സീനിയർ അസിസ്റ്റന്റ് നിർമ്മല പോൾ, ജാസ്മിൻ തോമസ്, KV മുരളി, N സുൽഫാനത്ത്, PU സുമതി എന്നിവർ സംസാരിച്ചു.
വിരമിക്കുന്ന അധ്യാപകരായ ടോം പ്രസാദ്, KA ജെസി എന്നിവർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചങ്ങാതിക്കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 9ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ബോവിക്കാനം ടൗണിൽ ചായ സൽക്കാരം ഒരുക്കി. പ്രമുഖ വ്യക്തിത്വങ്ങളും നേതാക്കളും വിദ്യാർത്ഥികളുമടക്കം സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആയിരക്കണക്കിന് ആളുകൾ സൽക്കാരത്തിനെത്തി. ചെയർമാൻ അഷ്റഫ് മുതലപ്പാറ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ജമാൽ അമ്മങ്കോട്, അബ്ദുല്ല മുതലപ്പാറ, കലാം പള്ളിക്കാൽ, ഷാഫി കൊല്ലിയ, റിഷാദ് അഹമ്മദ്, ഷാഹുൽ മുസ്ലിയാർ നഗർ, ബഷീർ ബെണ്ടിച്ചാൽ, അഷ്റഫ് പന്നടുക്കം, ഇബ്രാഹിം മുതലപ്പാറ, തസ്ലീം മുതലപ്പാറ എന്നിവർ നേതൃത്വം നൽകി. പാവപ്പെട്ട രോഗികൾക്കുള്ള വീൽചെയർ അടക്കമുള്ള ഹെൽത്ത് എക്യുപ്മെൻറ്റ്സ്, പെരുന്നാൾ, ഓണം പോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ പാവങ്ങൾക്കുള്ള ഭക്ഷണ കിറ്റുകൾ, മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനങ്ങളും കലാപരിപാടികളും തുടങ്ങി വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് ചങ്ങാതിക്കൂട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദുരന്ത മേഖലയിലും അപകടദിക്കിലും സേവനം ചെയ്യുന്ന ഹെൽപ്പ് സ്ക്വാഡും ചങ്ങാതിക്കൂട്ടത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. തുളുനാടിൻ്റെ കമ്മ്യൂണിസ്റ്റ് നേതാവ് BV രാജൻ അനുസ്മരണ സമ്മേളനവും 1ാം വാർഷിക യോഗവും നടന്നു. CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തുളുനാട്ടിലെ പ്രധാന കമ്മ്യൂണിസ്റ്റ് നേതാക്കളിലൊരാളായ BV രാജൻ്റെ അനുസ്മരണ സമ്മേളനവും 1ാം വാർഷിക യോഗവും നടന്നു. മുതിർന്ന CPI നേതാവ് മോനു കുച്ചിക്കാട് പതാക ഉയർത്തി. അന്തരിച്ച BV രാജൻ്റെ വസതിക്ക് സമീപമുള്ള സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി. CPI മഞ്ചേശ്വരം മണ്ഡലം സെക്രട്ടറി ജയറാം ബല്ലേംകൂടൽ വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി ശ്രീധർ മാട അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ജില്ലാ കൗൺസിൽ അംഗങ്ങളായ രാമകൃഷ്ണ കടമ്പാർ, അജിത് MC ലാൽബാഗ്, S രാമചന്ദ്ര ബഡാജെ, കിഷൻ കുമാർ ഹെഗഡെ, ഹരീഷ് KR, മുസ്തഫ കടമ്പാർ, ശാന്താറാം ഷെട്ടി, ദയാകർ മാട, കുടുംബാംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്നേഹബന്ധവും പാർട്ടി ബന്ധവും എല്ലാമുള്ളൊരു സഖാവ് നമ്മെ വിട്ടുപിരിയുമ്പോൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ ബാധിക്കും. ആ വിഷമം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എന്തായാലും രാജന് മറ്റൊരു ലോകത്താണ്, നമുക്കറിയില്ല. നമ്മളിവിടുന്ന് പറയുന്ന കാര്യം രാജൻ കേൾക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ചിലർ പറയുന്നത് കേൾക്കുന്നതാണ്, കേൾക്കുമെങ്കിൽ നല്ലത്. പക്ഷെ രാജൻ നമ്മുടെ പ്രസ്ഥാനത്തിന് ഒരു വലിയ കരുത്തായിരുന്നു. മണ്ഡലം സെക്രട്ടറി ജയറാം ബല്ലേംകൂടൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി CP ബാബു, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, T കൃഷ്ണൻ, S രാമചന്ദ്ര ബഡാജെ, അജിത് MC ലാൽബാഗ്, സുന്ദരി R ഷെട്ടി, ലോറൻസ് ഡിസൂസ തുടങ്ങിയവർ സംസാരിച്ചു. പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ 100 കണക്കിന് പേർ പങ്കെടുത്തു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ഷിറിയയിൽ റെയിൽപാളത്തിന് സമീപം കണ്ടെത്തിയ തലയോട്ടിയും അസ്ഥികൂടവും കാണാതായ മഞ്ചേശ്വരം സ്വദേശിയുടേതാണെന്ന് സൂചന. മൃതദേഹത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ തിരിച്ചറിഞ്ഞതോടെയാണ് ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചത്. മഞ്ചേശ്വരം ജുമാ മസ്ജിദിന് സമീപത്തെ 45-കാരനായ റോഷൻ മന്ദേരോയെ 2023 നവംബറിൽ കാണാതായിരുന്നു. മൃതദേഹത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ റോഷൻ്റേതാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞതോടെയാണ് സംശയം പ്രകടിപ്പിച്ചത്. റോസ് ഷർട്ടും ബർമുഡയും കണ്ടാണ് വീട്ടുകാർ ഇത് റോഷൻ്റേതാണെന്ന സംശയം പോലീസിനെ അറിയിച്ചത്. അതേസമയം ഫോറൻസിക് റിപ്പോർട്ട് വന്നതിനു ശേഷം DNA ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ ഇത് സംബന്ധിച്ച് വ്യക്തത വരികയുള്ളൂവെന്ന് കേസ് അന്വേഷിക്കുന്ന കുമ്പള SI VK വിജയൻ പറഞ്ഞു. ഈ മാസം 12-നാണ് ഷിറിയയിലെ റെയിൽപാളത്തിന് സമീപം തലയോട്ടിയും അസ്ഥികൂടവും കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് എത്തുകയും ഇവ ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നാലപ്പാടം കുന്നത്ത് തറവാട് കളിയാട്ട മഹോത്സവത്തിൻ്റെ ഭാഗമായി പടക്കത്തി ഭഗവതിയുടെ തിരുമുടിക്കുള്ള കവുങ്ങ് മുറിക്കൽ ചടങ്ങ് നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. നാലപ്പാടം കുന്നത്ത് തറവാട് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി പടക്കത്തി ഭഗവതിയുടെ തിരുമുടിക്കുള്ള കവുങ്ങുമുറിക്കൽ ചടങ്ങ് തറവാട് കാരണവർ നാരായണൻ പാടി നിർവഹിച്ചു. കവുങ്ങ് മുറിച്ചുകൊണ്ട് ഘോഷയാത്രയായി തറവാട്ടിലേക്ക് എത്തിച്ചേർന്നു.
ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും സ്ഥാനികന്മാരും കാരണവർമാരും ചടങ്ങിന് നേതൃത്വം നൽകി. കളിയാട്ട മഹോത്സവം മാർച്ച് 15-16 തീയതികളിൽ നടക്കും. മാർച്ച് 14 വൈകുന്നേരം കുടുംബസംഗമം, മുതിർന്ന തറവാട്ടംഗങ്ങളെ ആദരിക്കൽ, SSLC, +2 മറ്റു ഉന്നത വിജയം നേടിയ തറവാട്ടംഗങ്ങളുടെ കുട്ടികളെ അനുമോദിക്കൽ ചടങ്ങ് നടക്കും. തുടർന്ന് നൃത്തനൃത്യങ്ങൾ അരങ്ങേറും. 15 ശനിയാഴ്ച കലവറ നിറയ്ക്കൽ ഘോഷയാത്ര മണലിൽ പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്ര പരിസരത്തു നിന്നും പുറപ്പെടും. ശേഷം വൈകുന്നേരം 7 മണിക്ക് തെയ്യം കൂടൽ. തുടർന്ന് മാർച്ച് 16 ചാമുണ്ടി അമ്മ, വിഷ്ണുമൂർത്തി, പടക്കെത്തി ഭഗവതി, കുളികൻ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്ര അരയാൽ കീഴിൽ കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. അത്യുത്തര കേരളത്തിലെ മഹൽ ക്ഷേത്രങ്ങളിൽ ഐതിഹ്യപെരുമയാൽ പ്രസിദ്ധമായ പുല്ലൂർ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിന്റെ കീഴിലുള്ള പുല്ലൂർ അരയാക്കീഴിൽ കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. ആദ്യ ദിനത്തിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ എത്തിയ കലവറ ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ അണിനിരന്നു. രണ്ടാം ദിനമായ ബുധനാഴ്ച വൈകിട്ട് പുല്ലൂർ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും തിരുവായുധവും എഴുന്നള്ളിപ്പ് നടക്കും. തുടർന്ന് മുളവന്നൂർ ഭഗവതി, രക്തജാതൻ, വിഷ്ണുമൂർത്തി, അടുക്കത്തെ ചാമുണ്ടി തെയ്യങ്ങളുടെ തിടങ്ങൽ, തുടർന്ന് മുളവന്നൂർ ഭഗവതി, വിഷ്ണുമൂർത്തി തെയ്യങ്ങളുടെ കുളിച്ചുതോറ്റം, അന്തിയണങ്ങും ഭൂതം, രക്തജാതൻ തെയ്യങ്ങളുടെ പുറപ്പാടും നടക്കും. സമാപന ദിവസമായ വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് അടുക്കത്തെ ചാമുണ്ടിയുടെ പുറപ്പാട്. ഉച്ചയ്ക്ക് 12 മണി മുതൽ 2:30 വരെ ഭക്തർക്ക് അന്നപ്രസാദം നൽകും. തുടർന്ന് വിഷ്ണുമൂർത്തി, മുളവന്നൂർ ഭഗവതി എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി അനുഗ്രഹം ചൊരിയും. തുടർന്ന് നടക്കുന്ന വിളക്കിലരി ചടങ്ങോടുകൂടി കളിയാട്ട മഹോത്സവത്തിന് സമാപനം കുറിക്കും. മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രം നവീകരണം. തെക്കേ കൊട്ടാരം പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി മാടെടുക്കൽ പ്രവൃത്തി ആരംഭിച്ചു. മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി പത്തായപ്പുര ഉൾക്കൊള്ളുന്ന തെക്കേ കൊട്ടാരത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി മാടെടുക്കൽ പ്രവൃത്തി ആരംഭിച്ചു. കിഴക്കുംകര കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിലാണ് തെക്കേ കൊട്ടാരത്തിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. ക്ഷേത്രം വലിയച്ഛൻ കുമാരൻ കോമരം തെക്കേ കൊട്ടാര ഗോപുരമാടിന്റെ ആദ്യ ഓട് നീക്കിക്കൊണ്ട് പ്രവൃത്തിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അതിപുരാതനമായ മടിയൻ ക്ഷേത്രപാലക അമ്മ മടിയൻ കാലരാത്രിയുടെ ക്ഷേത്രം മടിയൻകൂലം സ്വർണ്ണപ്രശ്ന ചിന്തയിൽ കണ്ട പ്രകാരം നവീകരിക്കണമെന്ന് തീരുമാനിച്ച പ്രകാരം ശ്രീ കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രവർത്തകന്മാരും കമ്മിറ്റി അംഗങ്ങളും തെക്കേ കൊട്ടാരം നവീകരിക്കണമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ ക്ഷേത്രം ആചാര സ്ഥാനികരും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ഇന്ന് അതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ സുരേഷ് അന്തിത്തിരിയൻ, നാരായണൻ കോമരം, കണ്ണൻ കോമരം, ശശി ഊരാളൻ എന്നിവർ നേതൃത്വം നൽകി. കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് പി ഗംഗാധരൻ പാലക്കി, വൈസ് പ്രസിഡന്റ് വി രാജൻ, ഗജാൻജി കുമാരൻ പുതിയകണ്ഠം, മടിയൻകൂലം ക്ഷേത്ര ട്രസ്റ്റി ബോർഡ് ചെയർമാൻ VM ജയദേവൻ, ട്രസ്റ്റി ബോർഡ് മെമ്പർ V നാരായണൻ, നിർമ്മാണ കമ്മിറ്റി കൺവീനർ സുധീഷ് പാലക്കി തുടങ്ങിയവരും കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര മെമ്പർമാരും മറ്റ് ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കാളികളായി. ഫെബ്രുവരി 23 രാവിലെ കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഉൾപ്പെടുന്ന എല്ലാ പ്രാദേശിക തലത്തിൽ നിന്നുള്ള അംഗങ്ങൾ എത്തിച്ചേർന്ന് ശ്രമദാനത്തിലൂടെ മാട് നീക്കൽ പ്രവൃത്തി പൂർത്തിയാക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഗരങ്ങളിലെ ഭൂമിയുടെ വിവരങ്ങൾ നക്ഷ സർവേയിലൂടെ ശേഖരിക്കുന്നു. പദ്ധതിയുടെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം എന്നെ നെല്ലിക്കുന്ന് MLA നിർവഹിച്ചു. പ്രഖ്യാപിച്ച സഹായം നൽകിയില്ല. എൻഡോസൾഫാൻ 1031 സമരസമിതിയുടെ നേതൃത്വത്തിൽ 27 കളക്ട്രേറ്റ് മാർച്ച് നടത്തും. 2 വാഹനങ്ങളിലായി 119 കിലോ കഞ്ചാവ് കടത്തുവാൻ ശ്രമം. കാസർഗോഡ് സ്വദേശി ഉൾപ്പെടെ 4 പേർ മംഗളൂരുവിൽ പിടിയിൽ. തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവം. അന്നദാനത്തിനായി ഉപയോഗിക്കുക വിഷരഹിതമായ വാഴയില. ഇതിനായി കൃഷി ചെയ്യുന്നത് 1000-ൽ പരം വാഴകൾ.
ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഷുഗർ ബോർഡ് സ്ഥാപിക്കുന്ന പദ്ധതി ജില്ലാതല ഉദ്ഘാടനം ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ചിറയിൽ റെയിൽപാളത്തിന് സമീപം കണ്ടെത്തിയ തലയോട്ടിയും അസ്ഥികൂടവും കാണാതായ മഞ്ചേശ്വരം സ്വദേശിയുടേതാണെന്ന് സൂചന. ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചത് വസ്ത്രങ്ങൾ തിരിച്ചറിഞ്ഞതോടെ. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.